ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി മാൽഡീവ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാൽഡീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി പ്രതിനിധിതല ചർച്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തമിഴ്നാട്ടിലെത്തും. തൂത്തുക്കുടിയിൽ 4800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം നാളെ തുടക്കം കുറിക്കും. തൂത്തുക്കുടി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, വിവിധ ദേശീയപാതാ പദ്ധതികൾ, റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വർഷകാല സമ്മേളനത്തിന്റെ 5ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് തിങ്കളാഴ്ച പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ച സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ സമർപ്പിച്ച 2 ഹർജികൾ പിൻവലിക്കാൻ കേരളത്തിന് സുപ്രീംകോടതിയുടെ അനുമതി. നീക്കത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഉയർത്തിയ വാദങ്ങൾ പരമോന്നത കോടതി തള്ളി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. സംസ്ഥാനത്ത് സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് സർക്കാരിന്റെ തീരുമാനം ഭൂരിഭാഗം വരുന്ന സംഘടനകളും അനുകൂലിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷം നിലവിൽ നിശ്ചയിച്ച രീതി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിന് രാവിലെ 9:45 മുതൽ വൈകുന്നേരം 4:15 വരെയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ കാലോചിതമായ മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംസ്ഥാനമായി കേരളം മാറിയതെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം സംബന്ധിച്ച ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ SSCRTയുടെ 80 ടൈറ്റിൽ പുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ദേശീയ പഠന നേട്ട സർവേയിൽ സംസ്ഥാനം 2ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ വിജയാഹ്ലാദ ദിനം ജൂലൈ 30-ന് സ്കൂളുകളിൽ ആചരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് സൌമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി തടവ് ചാടിയ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ ജയിൽ DGP ഉത്തരവിട്ടു. പിന്നീട് പോലീസ് പിടികൂടിയ പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉത്പന്നങ്ങൾക്ക് വൻ വിലക്കുറവ്. ഈ മാസം 31 വരെ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയാണ് വിലക്കുറവ് നൽകുന്നത്. സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ 10% വരെ അധിക വിലക്കുറവ് വിവിധ ഉത്പന്നങ്ങൾക്ക് ലഭിക്കും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി എൽസ്റ്റണിൽ തയ്യാറാവുന്ന ടൌൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം ഈ മാസം 30-ന് പൂർത്തിയാകും. കിടപ്പുമുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിംഗ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് 1000 ചതുരശ്ര അടിയുള്ള മാതൃകാ വീട്ടിൽ പൂർത്തിയാകുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സഹകരണ നയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് പ്രാഥമിക കാർഷിക വായ്പാ സംഘം പ്രസിഡന്റുമാരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹജ്ജ് അപേക്ഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് കൂടുതൽ സമയം നൽകണമെന്നാവശ്യപ്പെട്ട് ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ കേന്ദ്ര മൈനോറിറ്റി വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നിലവിൽ ജൂലൈ 31-ആണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കായി കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കി വരുന്ന 6 ക്ഷേമ പദ്ധതികൾ ഇനി മുതൽ അനുബന്ധ തൊഴിലാളികൾക്കും ലഭ്യമാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. 2021 ആലപ്പുഴയിൽ നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ 10ാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. ആലപ്പുഴ മുനിസിപ്പൽ പാലസ് വാർഡിൽ വടക്കാട്ടുശ്ശേരി വീട്ടിൽ നവാസ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കോഴിക്കോട് നടക്കുന്ന കയാക്കിംഗ് ഫെസ്റ്റിന്റെ ആദ്യ ദിനത്തിലെ അമച്ചർ ബോട്ടർ ക്രോസ് മത്സരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ വനിതാ വിഭാഗത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള കരിഷ്മ ദിവാനും പുരുഷ വിഭാഗത്തിൽ മധ്യപ്രദേശുകാരനായ ഗാർവ് കൊക്കോട്ടയും വിജയികളായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.